പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ശ്രീവല്ലഭ ക്ഷേത്രം. ക്രിസ്തുവിന് മുമ്പ് 59-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. പുരാതന കാലത്ത് ധനുമാസത്തിലെ തിരുവാതിര നാളിലും മേടമാസത്തിലെ വിഷുവിനും മാത്രമേ സ്ത്രീകളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. 1968 ശേഷം ഈ വിലക്ക് നീക്കി. അതുപോലെ തന്നെ കൊമ്പനാനകൾക്കും പ്രവേശനമുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കൊമ്പനാനകളുടെ വിലക്ക് നീക്കിയിട്ട്. ക്ഷേത്ര ഗോപുരം കടന്ന് കിഴക്കേ നടയിലെത്തിയാൽ ആദ്യം ഗരുഡമാടത്തറ കാണാം. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഉളിയന്നൂർ പെരുന്തച്ചൻ ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ കൊടിമരമാണിത്. പിൽക്കാലത്ത് ഈ കൊടിമരം ചരിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത അത്ഭുത രൂപമായ ഗരുഡമാടത്തറ പണി കഴിപ്പിച്ചത്. 3 നിലകളോടുകൂടിയ ദീർഘചതുരാകൃതിയിലാണ് ഇതിന്റെ നിർമ്മാണം. പെരുന്തച്ചൻ കൊടിമരത്തിന്റെ പണി പൂർത്തിയായപ്പോൾ ഗരുഡന് ജീവൻ വച്ചു എന്നും പെരുന്തച്ചൻ മന്ത്രസിദ്ധിയാൽ ഗരുഡനെ ബന്ധിച്ചു എന്നും ഐതിഹ്യം. ഗരുഡമാടത്തറ വണങ്ങി മുന്നിലേക്ക് നടന്നാൽ 10 അടിയോളം ഉയരമുള്ള വലിയ ബലിക്കൽ, അതിനിരുവശങ്ങളിലുമായി ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങളും തൊട്ടടുത്തായി ശ്രീവല്ലഭന്റെ അമ്പുമില്ലും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആദ്യകാലത്ത് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥ അവകാശം പത്തില്ലത്തിൽ പോറ്റിമാർക്കായിരുന്നു. 1752 തിരുവല്ല ആക്രമിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പോറ്റിമാരിൽ നിന്ന് പിടിച്ചെടുത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. പ്രധാന വാതിൽ കടന്ന് മുന്നിലേക്ക് ചെന്നാൽ കരിങ്കല്ലിൽ തീർത്ത വട്ടശ്രീകോവിലിൽ മഹാവിഷ്ണു ശ്രീവല്ലഭ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കരിങ്കല്ല് പാകിയ പ്രദക്ഷിണ വഴിയിലൂടെ നാലമ്പലത്തിന്റെ ചുറ്റും ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി, ദുർവാസാവ്, വേദവ്യാസൻ, നാഗങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളും കാണാം. നിത്യേന കഥകളി ഒരു വഴിപാടായി ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വില്ലുമംഗലം സ്വാമിയാർ എത്തുകയും ശ്രീലകത്ത് ഭഗവാനെ കണ്ടില്ലെന്നും തുടർന്ന് അന്വേഷിച്ചപ്പോൾ കഥകളി പന്തലിൽ ബ്രാഹ്മണ വേഷത്തിൽ കണ്ടുവെന്നും തന്നെ കഥകളി കാണാൻ അനുവദിക്കില്ലേ എന്ന് ഭഗവാൻ വില്ലുമംഗലത്തിനോട് ചോദിച്ചുവെന്നും ഐതിഹ്യം പറയപ്പെടുന്നു. അതിനാൽ കഥകളി ഇവിടെ വഴിപാടായി മാറി. കഥകളി നടക്കുമ്പോൾ ഭഗവാന് പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഒരുക്കുന്നു. അതിലിരുന്ന് ഭഗവാൻ കഥകളി കാണുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഇത് ഇലവന്തി തീർത്ഥം എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. നിത്യേന 5 പൂജകളും 3 ശിവേലിയുമാണ് ഇവിടെ ഉള്ളത്. രാവിലെ 4:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെയുമാണ് നട തുറന്നിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.